ഗവർണറുടെ വെല്ലുവിളിയോ എന്നാണ് ചോദ്യം. ഗവർണറുടെ വെല്ലുവിളി യാദൃച്ഛികമല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് ഒരു ഫാസിസ്റ്റ് രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ നേർക്കുനേർ നിന്നുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഗവർണറായിരുന്നുവെങ്കിൽ രാജേന്ദ്ര ആറിലേക്ക് ഗൂഢമായ നീക്കത്തിലൂടെയാണ് ആ ഫാസിസ്റ്റ് ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണോ ഒരു സമൂഹം പൊരുതി നിൽക്കുന്നത് ആ പൊരുതലിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് ചില ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തെ ചോദ്യം, അങ്ങയുടെ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഏതു നിയമപ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റിലെയോ ഏതെങ്കിലും നിയമസഭയിലെയോ പാസ്സാക്കിയ ഏതെങ്കിലും ദേശീയമോ സംസ്ഥാനത്തെയോ ചിഹ്നത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അങ്ങേക്ക് അങ്ങയുടെ സ്വകാര്യ വസതിയിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഔദ്യോഗിക വസതിയിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനും സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാനും ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രം വയ്ക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിനെ ഒന്നും നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ പോയി പൂജ നടത്തി ഒരു സർക്കാർ പരിപാടി തുടങ്ങണമെന്ന് പറയുമ്പോൾ മതേതര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നുള്ളതാണ് ഇന്നലെ ഇടതു സർക്കാർ കാണിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൊന്ന് 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ്, ദ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് എന്ന് പറയും. അതിൽ 28ഓളം ഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ വിവിധ എംബ്ലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു കാരണവശാലും തെറ്റായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ എംബ്ലംസിൻ്റെ ഏത് എംബ്ലത്തിലാണ്, ഏത് സെക്ഷനിലാണ്, എത്രാമത്തെയാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വരുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അതിൽ പറയുന്ന പതാക ഏത് എംബ്ലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്തത് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് പ്രകാരം നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ഏതെങ്കിലും തരത്തിൽ വികൃതമാക്കുകയോ മോശമാക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ശിക്ഷയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപ്രകാരം 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൽ ഭാരതാംബ എന്ന് പറയുന്ന ആശയം അടങ്ങിയിട്ടുണ്ടോ? ഈ മാപ്പ് അതിൽ കാണാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. വെല്ലുവിളിയായി മാറുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രേക്ഷകരോട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഫാസിസ്റ്റ് പ്രവണത എങ്ങനെയാണ് കടന്നു വരുന്നത്? ഐതിഹ്യങ്ങളെ ചരിത്രവൽക്കരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഒരു ഫാസിസ്റ്റ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കും, ഫാസിസ്റ്റ് ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന് പറയുന്നത് ലീഗലായോ കോൺസ്റ്റിറ്റ്യൂഷണലോ ആയ ഒരു സംജ്ഞയേ അല്ല. അത് നിയമപരമായോ ഭരണഘടനാപരമായോ ആയ ഒരാശയമേ അല്ല. എന്നാൽ അത് സാംസ്കാരികമായ ഒരാശയമാണ് എന്ന് ഞാൻ സമ്മതിക്കും. കാരണം അത് നാടകത്തിൻ്റെ ഭാഗമായിരുന്നു, അത് കവിതയുടെ ഭാഗമായിരുന്നു. ഒന്നും ചെറുതല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വിളിച്ചു വന്ന അസിമുല്ല ഖാൻ എന്ന് പറയുന്ന 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികൾക്ക് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി പിന്നീട് സംഘപരിവാറുകാർ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാരത് മാതാ കീ ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് സാംസ്കാരികമായിട്ടുള്ളൊരു അടയാളമാണ് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണ് സാംസ്കാരികമായ അടയാളമാവുന്നത്? നേരത്തെ ചരിത്രം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. 1873 കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകം, ആ നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഓർമ്മിക്കണം, 1873 ഈ നാടകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ അന്ന് പ്രകീർത്തിക്കാനും അഥവാ ആ സാഹചര്യത്തെ കുറച്ചുകൂടി ഓർമ്മിപ്പിക്കാനും ബംഗാൾ ഫാമിനടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കാനും ബ്രിട്ടീഷ് ഇന്ത്യയെ വെല്ലുവിളിക്കാനുമായി അന്നത്തെ നാടകത്തിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ്. പിന്നീട് 1882 ഓർമ്മിക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി സന്യാസി റബലിയൻ്റെ സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലം എഴുതിയിരിക്കുന്ന ആനന്ദമഠ് എന്ന നോവലിലാണ് പിന്നീട് ഭാരതാംബയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. നമ്മൾ വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നത് പോലെ. എന്നാൽ നോക്കൂ, 1905 അഭിനീന്ദ്രനാഥ് ടാഗോർ ഇത് ഒരു ചിത്രമായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊരു നാടകമായി വരുന്നു. രണ്ടാമത് അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാടകമായും പിന്നീട് അതിൽ വന്ദേ മാതരത്തിൻ്റെ കവിതയുടെ ഭാഗമായിട്ടും വരുന്നു. പിന്നീട് 1905 അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചിത്രമായി വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സാംസ്കാരികമായ അടയാളമാണ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ചിത്രമായിട്ട് വരുന്ന അഭിനീന്ദ്രനാഥ് ടാഗോറിൽ കാണുന്ന ഭാരതാംബ അല്ലെങ്കിൽ കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകത്തിൽ കാണുന്ന ഭാരതാംബയ്ക്ക് നിലവിൽ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയുമായി ഒരു സാമ്യവുമില്ല എന്നുള്ളതാണ്. ഒന്ന്, അതിൽ ഈ പറയുന്ന ശൗര്യമോ ഏതെങ്കിലും തരത്തിലുള്ള വീര്യമോ ഒന്നും തന്നെ പ്രകീർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ധ്വജമൊന്നും പ്രകടമേ അല്ല എന്നുള്ളതാണ്. അതിൽ ഒരിടത്തു പോലും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നോക്കൂ, അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രത്തിൽ പറയുന്ന ഭാരതാംബയിലോ
ഭാരതത്തിൻ്റെ ദീക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ദീക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? രുദ്രാക്ഷമാണ്. ശൈവ പാരമ്പര്യത്തെയാണ് അത് ഉയർത്തിക്കാട്ടുന്നത്. രണ്ടാമത്തത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് വെളുത്ത തുണിയാണ്. ഈ കാവിക്കുടിയല്ല. വെളുത്ത തുണി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വസ്ത്രത്തെക്കുറിച്ചാണ്. കറ്റ എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? അന്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി കറ്റയുണ്ട്, തുണിയുണ്ട്, രുദ്രാക്ഷമുണ്ട്. ഇനിയാണ് താളിയോല. അതായത് സംഘപരിവാറിലെ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരാശയമാണ് ഈ താളിയോല എന്ന് പറയുന്നത്. എന്താണ് താളിയോല? ശിക്ഷയാണ്, അഥവാ അറിവാണ്. അപ്പോൾ ശിക്ഷയും ദീക്ഷയും വസ്ത്രവും അന്നവും അടങ്ങുന്നതാണ് ഈ ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന വന്ദേ ഭാരത് മാതയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ഇതൊക്കെ സാംസ്കാരികമായ അടയാളങ്ങളായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞ് കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ നിയമപരമായോ ഭരണഘടനാപരമായോ നമ്മൾ അംഗീകരിച്ച ആശയമേ അല്ല എന്നുള്ളതാണ്. ഇത് അവിടെ കൊണ്ടും തീരുന്നില്ല. സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയുണ്ട്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിൽ വന്ദേമാതരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സാഹചര്യത്തിൽ നോക്കൂ, അത് വിജയ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ തന്നെ 4 കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മ എന്ന അർത്ഥത്തിൽ ഭാരതാംബയെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന RSSന്റെ ഭാരതാംബയുമായി ഒരു സാമ്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യത്യസ്ത ഭാഷകളെയും വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരാശയം എന്ന നിലയിൽ അങ്ങനെ സാംസ്കാരിക അടയാളമായിരുന്ന ഒന്നിനെ നിയമപരമായ ഭരണഘടനാപരമായ ആശയമാക്കി മാറ്റുന്നതിന് പിന്നിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫാസിസ്റ്റ് രീതിയാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ? അതിലെ ധ്വജം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യവും ഗവർണറോട്. അങ്ങ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1971 ഈ ആക്ടിൻ്റെ കൃത്യമായ ലംഘനമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 നഗ്നമായ ലംഘനമാണ്. എന്താണ് ലംഘനം? നിങ്ങൾ ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉയർത്തുകയോ നിങ്ങൾ പൂജിക്കുകയോ നിങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുകയോ ചെയ്യുന്ന പതാകയ്ക്ക് ഒറ്റ പതാകയെ പാടുള്ളൂ. അതായത് ഗവർണർ എന്ന് പറയുന്ന രാജ്ഭവൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ കിടപ്പുമുറിയിൽ മറ്റേത് ചിത്രങ്ങളും ചിഹ്നങ്ങളും വെച്ച് അലങ്കരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഇന്ത്യ എന്ന രാജ്യം അംഗീകരിച്ചിരിക്കുന്ന പതാക അത് നമ്മളുടെ ത്രിവർണ്ണ പതാകയാണ്. പ്രസിഡന്റിന് മറ്റൊരു ഫ്ലാഗ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ആ പ്രസിഡൻഷ്യൽ ഫ്ലാഗ് മാറ്റിയിട്ട് നാളെ ഈ ഭഗവദ്ധ്വജം കൊണ്ട് അവിടെ കെട്ടാൻ കഴിയില്ല. ആ പ്രസിഡൻഷ്യൽ ഫ്ലാഗിൽ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളും സിമ്പിളുകളും അതിൻ്റെ ഭാഗമായിട്ട് വേണം. നമ്മുടെ സാരനാഥിൽ നിന്നെടുത്തിരിക്കുന്ന അശോക സ്തംഭത്തിൻ്റെ മാതൃകയിലാണ് നമ്മുടെ നാഷണൽ എംബ്ലം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ദിനനാഥ് ഭാർഗവ എന്ന് പറയുന്ന ഒരു പെയിന്റർ മനോഹരമായി അത് കോപ്പി ചെയ്ത് ഈ സത്യമേവ ചെയ്ത എന്ന മുണ്ടകോപനിഷത്തിൻ്റെ ഭാഗം കൂടി എഴുതി ചേർത്താണ് എംബ്ലമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ എംബ്ലത്തെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ചിഹ്നങ്ങൾ വയ്ക്കുക സാധ്യമല്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൻ്റെ നഗ്നമായ ലംഘനമാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ദ എംബ്ലംസ് ആൻഡ് നെയിംസിൻ്റെ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ ആക്ട് 1950 കൃത്യമായിട്ടുള്ള ലംഘനമാണ്. അതെങ്ങനെ ലംഘനമാകുന്നത്? നാഷണൽ ഫ്ലാഗ് എന്നുള്ളതിനെ മാറ്റി അവിടെ ഭഗവദ്ധ്വജം പ്ലേസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. നോക്കൂ, അതിലെ മാപ്പ് നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ മാപ്പ് ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കൂ. കാശ്മീരില്ലാത്ത ഒരു മാപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ആ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്. നോക്കൂ, അത് രാജ്യദ്രോഹമല്ലേ? ഏതെങ്കിലും തരത്തിൽ മാപ്പിനെങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും മാധ്യമത്തിലോ എന്തിനേറെ ഒരു കുട്ടി വരച്ചു വെച്ചാൽ പോലും ആ കുട്ടിയോട് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കും, കാശ്മീർ ഇല്ലാത്ത ഭാരതം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആശയമാണ്. കാര്യം കാശ്മീർ എന്നുള്ളത് പാകിസ്ഥാൻ്റെ ആശയം, പാകിസ്ഥാൻ്റേതാണെന്ന് പാകിസ്ഥാൻ പറയുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഗവർണർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, പ്രിയപ്പെട്ട ഗവർണർ, അങ്ങയുടെ ഈ ഭൂപടത്തിൽ കാണുന്ന കാശ്മീർ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത് പാകിസ്ഥാൻ്റെ ആശയത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്? ഇനി ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്ത ചില തീവ്രവാദ ക്യാമ്പുകളുണ്ട്. അത് ഭവൽപൂരിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, കോട്ട്ലിയിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, മുരിഡ്കയിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, മുസാഫറാബാദിലെയുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇതൊക്കെ കാണാം. ഈ പറയുന്ന മാപ്പിൻ്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യ തന്നെ തീവ്രവാദ വെല്ലുവിളിയുള്ള കേന്ദ്രങ്ങളാക്കിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഡസിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള പ്രദേശങ്ങളെയാണ്. ഇതിലെന്താ അബദ്ധം എന്നറിയാമോ? ഈ മാപ്പ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അതിലെ കൗതുകരമായ കാര്യം മനസ്സിലാവുക. മാപ്പ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ആശയമേ RSSകാർക്ക് അങ്ങനെ ആശയമേ ഉണ്ടായിരുന്നില്ല, സംഘപരിവാറുകാർക്ക് അങ്ങനെ ആശയമേ ഉണ്ടായിരുന്നില്ല. 1920കളിലാണല്ലോ ഈ അഖണ്ഡ ഭാരതം എന്നൊരാശയത്തിന് രാഷ്ട്രീയമായൊരു സ്വരൂപം ഉണ്ടാവുന്നത്. അത് കൊണ്ടുവരുന്നതാവട്ടെ VD സവർക്കറാണ്. ആ 1920 കൊണ്ടുവരുമ്പോൾ ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ആശയത്തെ എങ്ങനെയാണോ മുസ്ലിം സാമ്രാജ്യം മക്കയിൽ എന്നതുവണ്ണം ഈ ഇന്ത്യയിലേക്ക് ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഒന്നായി കണ്ടു
കണ്ടുകൊണ്ട് ഒരു മാപ്പ് ഉണ്ടാക്കി. ആ മാപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മാപ്പ് കിട്ടിയില്ല. മാപ്പ് കിട്ടാതെ വന്നപ്പോൾ മാപ്പ് എടുത്ത് മാറ്റി. ഏത് മാപ്പാണെന്നറിയാമോ? മറാത്ത സാമ്രാജ്യവും പിന്നെ കുറച്ച് തെക്കേ ഇന്ത്യയും കൂടെ ചേർത്ത് ഒരുമിച്ചൊരു മാപ്പ് ഉണ്ടാക്കി വെച്ചു. ഇന്ന് വെച്ചിരിക്കുന്നതിൽ പലതും ഈ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട പ്രദേശമാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാൻ്റെ പ്രദേശമുണ്ട്. പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ട് ഭാരതാംബ എന്ന് വിളിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാനുണ്ട്. ഇത് ദേശാഭിമാനമാണോ ദേശദ്രോഹമാണോ എന്നുള്ളതാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ ലംഘനം എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതാംബയുടെ പ്രധാനപ്പെട്ട 8-9 ഇടങ്ങളിൽ ഇന്ത്യ തന്നെ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് അതിനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഭാരതാംബയല്ലേ? ഈ പറയുന്ന കോട്ലിയിലും ഈ പറയുന്ന മുസഫറാബാദും ഒക്കെ പാകിസ്ഥാൻ്റെ ഈ ഭാരതാംബയുടെ ഭാഗമാണോ? ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മാപ്പിനെ പോലും കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാതിരിക്കുകയും സാംസ്കാരികമായ അടയാളങ്ങളെ നിയമപരമായ അടയാളങ്ങളാക്കി മാറ്റുകയോ അതിനെ രാഷ്ട്രീയമായ അടയാളങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അവിടെയുള്ളത്. പക്ഷേ അത് കേരളം പോലൊരു സ്ഥലത്ത് അത് നടക്കില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിരന്തരം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് വെല്ലുവിളിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം സർക്കാർ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ആ ഭാരതാംബയുടെ വിത്തിൻ ഇൻവേർട്ടഡ് കോമ പൂജിക്കാനും പോകുന്നില്ല, ഏതെങ്കിലും തരത്തിൽ പോയി നിലവിളക്ക് കൊളുത്താനും പോകുന്നില്ല. ഇനി അങ്ങനെ നിലവിളക്ക് കൊളുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ മുന്നിൽ, സത്യമേവ ജയതയുടെ മുന്നിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ഭാരതാംബ അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ചില ആളുകൾക്ക് അത് വിളിക്കാതിരിക്കാം. കാരണം അതൊക്കെ സ്വാഭാവികമാണ്. ഭാരതാംബയുടെ ഒരു ടെമ്പിൾ തന്നെയുണ്ട്. ഭാരതാംബയുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ വാരണാസിയിൽ മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള വിഗ്രഹം എന്താണെന്നറിയാമോ? മാർബിളിൽ കൊത്തിയിരിക്കുന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു വലിയ രൂപമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തിൻ്റെ ചിഹ്നമേ അവിടെ ഇല്ല എന്നുള്ളതാണ്. അത് സാംസ്കാരികമായിട്ടുള്ള അടയാളങ്ങളാണ്. അതിനെ നിയമപരമായോ രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അടയാളമാക്കി മാറ്റുന്നത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. ആ ഫാസിസ്റ്റ് പ്രവണതയെ എതിർക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു ജനാധിപത്യവാദിയുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഗവർണറുടെ വെല്ലുവിളി ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണറുടെ വെല്ലുവിളിയായിട്ടിരിക്കും. തെരുവിലൂടെ ഒരാൾ ഇറങ്ങി നടന്നു, മറ്റൊരാൾ ഈ പറയുന്ന പരമാബദ്ധം കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാപ്പിനെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ അപമാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ പരിഭ്രാന്തിയായി ഒരു ഫ്രസ്ട്രേഷൻ എന്ന നിലയിലാണത് കാണുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. RSSന്റെ ആസ്ഥാനത്ത് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് 52 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. 52 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. ത്രിവർണ്ണ പതാകയോടുള്ള ഇവരുടെ ബുദ്ധിമുട്ടും നീരസവും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അധികം ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല. നോക്കൂ, BJPയുടെ RSSന്റെ മുഖപത്രത്തിൽ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഭരണഘടനയിൽ എന്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് സുജയ? ഭാരതീയമായ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പതാക ആദ്യം അവിടെ ഭഗത് നവംബർ 29 ശേഷം നവംബർ 30 ഓർഗനൈസറിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ അല്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ദേശീയതയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. Meet the editors.